നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. എന്ത്? നമ്മുടെ അറമാൻഡോ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു? രോഗവും സങ്കടവും കഷ്ടതയുമുള്ള ഈ ലോകത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരിക്കുന്നു. ആരും വെറുക്കാത്ത, ആരും പരിഹസിക്കാത്ത, ആരും പാപി എന്ന് വിളിക്കാത്ത സ്വർഗരാജ്യത്തിന് അവൻ അവകാശിയായി തീർന്നിരിക്കുന്നു. ഫാദർ, നാളിതുവരെ ശവശരീരങ്ങൾ ആ കാണുന്ന താഴ്വരയിൽ വലിച്ചെറിയുകയാണ് പതിവ്. അവിടെ കുഷ്ഠരോഗികളുടെ അസ്ഥികളാണ് നിറയപ്പെട്ട താഴ്വരയാണ്. അത് കഴുകന്മാരുടെയും കൂനരികളുടെയും താവളമായിരിക്കുന്നു. അവിടെയാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ വിട്ട് പിരിയുന്നവരുടെ ശരീരം കൊണ്ടെറിയുന്നത്. ഫാദർ, താങ്കൾ വന്നൊരു പ്രാർത്ഥന കഴിച്ചിരുന്നുവെങ്കിൽ അറമാൻഡോയുടെ ശരീരം ഞങ്ങൾക്ക് ആ താഴ്വരയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. കലവാവയിലെ മനുഷ്യരുടെ ഒരു ഭൗതിക ശരീരം പോലും കുറുനരിയോ കഴുകനോ തിന്നാൻ ഞാൻ അനുവദിക്കില്ല. ഈ ദ്വീപിൽ മരണമടയുന്നവർക്ക് ഇനി മുതൽ മാന്യമായ ശവസംസ്കാര ശുശ്രൂഷ നൽകിയേ മതിയാവും. നമ്മുടെ അറമാൻഡോ ഭാഗ്യവാൻ. ശരീരം മുഴുവനും വ്രണം ബാധിച്ച് ചീഞ്ഞു നാറി പട്ടിണി കൊണ്ടാണ് അവൻ മരിച്ചതെങ്കിലും ഈ ദ്വീപിൽ മാന്യമായ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അവൻ അർഹനായിരിക്കും. ആൻഡ്രൂസ്, നമുക്കൊരുമിച്ച് പല കാര്യങ്ങളും ക്രിയാത്മകമായി ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ദ്വീപിലെ കുഷ്ഠരോഗികളിൽ അല്പമെങ്കിലും അധ്വാനിക്കാൻ കഴിവുള്ളവരുടെ സേവനം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഒരു നല്ല ശുശ്രൂഷ നമുക്ക് ഈ ദ്വീപിലെ രോഗികൾക്ക് നൽകാൻ കഴിയും. ഇന്ന് കലവാവ ദുർഗന്ധത്തിന്റെ നാടാണ്. മനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത ദേശം. ഈ നാടിനെ സുഗന്ധമുള്ള, സൗഖ്യവും ആരോഗ്യവുമുള്ള ജനങ്ങൾ വസിക്കുന്ന ദൈവത്തിന്റെ നാടാക്കി മാറ്റണം. മാറ്റങ്ങൾ വന്നേത്തിയ അതിന് കഴിവുള്ള യേശുനാഥൻ നമ്മോടൊപ്പം കൂടെ ഉണ്ടാകും. നമ്മുടെ ഇടയിലുള്ള കുഷ്ഠരോഗികളിൽ മരണത്തോട് സമീപിച്ചിരിക്കുന്ന നിരവധി പേരുണ്ട്. പരസഹായം കൂടാതെ ജീവിക്കാൻ സാധിക്കുന്നവരുമുണ്ട്, സാമാന്യം ആരോഗ്യമുള്ളവരുമുണ്ട്. ആൻഡ്രോസ്, നീ എല്ലാം ക്രിയാത്മകമായി കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. നീ കുഷ്ഠരോഗികളെ 3 വിഭാഗമാക്കി അവരെ ഏത് വിധത്തിൽ സഹായിക്കാം എന്നതിന് ഒരു പുതിയ ചിന്ത മുന്നോട്ട് വച്ചിരിക്കുന്നു. ഫാദർ, ഈ കലവായിൽ 600-ലധികം കുഷ്ഠരോഗികളുണ്ട്. അതിൽ ഏകദേശം 100 പേരെങ്കിലും അത്യാവശ്യത്തിന് ആരോഗ്യമുള്ളവരാണ്. ജാക്സൺ, നിന്റെ സർവേയിൽ വളരെ നല്ലത് തന്നെ. ഈ ആരോഗ്യമുള്ളവരെ കൊണ്ട് അവശതയിലായിരിക്കുന്നവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് ഇവ എത്തിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് ആലോചിക്കണം. നിങ്ങൾ ഈ 4 പേരും ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. അതേസമയം ആൻഡ്രൂസ് നിങ്ങളിൽ ഏറ്റവും പ്രധാനിയായിരിക്കും. എനിക്ക് അത്തരത്തിലുള്ള ചുമതല നൽകാൻ ഫാദറിന് തോന്നിയല്ലോ. ചുമതല തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഈ ദ്വീപിലെ കുഷ്ഠരോഗികളെ സംരക്ഷിക്കും. ഫാദറിനോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ ഫാദറിനോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. നമ്മുടെ അറമാൻഡോയ്ക്ക് ഏത് വിധത്തിലുള്ള ശവസംസ്കാര ശുശ്രൂഷ നൽകാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഭാര്യയും മക്കളും എല്ലാം ഉപേക്ഷിച്ച്